മച്ചാന്മാരെല്ലാവർക്കും ഇൻഫോടെക്കിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ കയ്യിലിരിക്കുന്ന ഈ ഒരു സാധനം മിക്കവാറും സ്റ്റേറ്റ് സിലബസ് പഠിച്ച കുട്ടികളാണെങ്കിൽ ഏകദേശം 5ാം ക്ലാസ് തുടങ്ങി നിങ്ങളുടെ 10ാം ക്ലാസ് വരെയുള്ള സയൻസ് ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾ എവിടെയെങ്കിലും ഇത് കണ്ടിട്ടുണ്ടാവും. സിലബസ് ഒക്കെ മാറിയാലും ഇപ്പോൾ ഏതെങ്കിലും ഒരു ക്ലാസ്സുകളിലായിട്ട് ഇത് പഠിക്കാനുണ്ടാവും. സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വാട്ടർ ഫിൽറ്റർ, അതായത് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന സാധനങ്ങളൊക്കെ വെച്ചിട്ട് ഒരു അഴുക്ക് വെള്ളത്തിനെ ശുദ്ധജലമാക്കി മാറ്റുന്ന ഒരു വാട്ടർ ഫിൽറ്ററിൻ്റെ മിനിയേച്ചർ വെർഷനാണ് നമ്മുടെ കയ്യിൽ ഇരിക്കുന്നത്. അപ്പോൾ കൊച്ചു കുട്ടികൾക്ക് പഠിക്കാനുള്ള ഒരു വാട്ടർ ഫിൽറ്റർ നമ്മൾ ഇന്ന് ഉണ്ടാക്കാനായിട്ട് പോവുകയാണ്. അതും ചെറിയ രീതിയിലല്ല, അത്യാവശ്യം വലിയ രീതിയിൽ തന്നെ. അപ്പോൾ മച്ചാന്മാരെ അധികം പറഞ്ഞു നീട്ടുന്നില്ല, നേരെ നമുക്ക് നമ്മുടെ വർക്ക്ഷോപ്പിലേക്ക് വിട്ടാലോ. അങ്ങനെ മച്ചാന്മാരെ നമ്മുടെ ഫിൽട്രേഷനുള്ള സെറ്റപ്പാണ് നമ്മൾ റെഡിയാക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എടുത്തിരിക്കുന്ന പാത്രമാണ് ഈ കാണുന്നത്. ഈ ഒരു പാത്രം എന്ന് പറഞ്ഞാൽ നമ്മൾ പണ്ട് മൊഹബത്ത് കാ സർബത്ത് ഉണ്ടാക്കാനായിട്ട് എടുത്താണ്. അപ്പോൾ ആ ഒരു പാത്രത്തിന് ഇനി ഇതാണ് പണി കേട്ടോ. അപ്പോൾ ഈ വലിയ പാത്രം ആയതുകൊണ്ട് തന്നെ ഇതിലിടുന്ന സാധനങ്ങൾ നമുക്ക് അളവ് കൂട്ടിയെടുക്കേണ്ടി വരും. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ എടുക്കുന്നത് ഞാൻ കാട്ടിത്തരാം. ഇവിടെ നോക്കുകയാണെങ്കിൽ മെറ്റൽ എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലെ പഴയ ഓട് എടുത്തിട്ടുണ്ട്, മണൽ എടുത്തിട്ടുണ്ട്, പിന്നെ ഇത് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ചകിരിയാണ് കേട്ടോ. നമ്മുടെ കയറൊക്കെ ഉണ്ടാക്കാനായിട്ട് എടുക്കുന്ന ചകിരി എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് ഫിൽട്രേഷന് വേണ്ടിയിട്ട് നമ്മൾ എടുത്തിരിക്കുന്ന പഞ്ഞിയാണ്. അതേ കണ്ട, ഈ കാണുന്ന പഞ്ഞി എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ മെയിൻ ഇമ്പോർട്ടൻറ്റ് സാധനം കരി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്ര സാധനങ്ങൾ നമ്മൾ ഈ കാണുന്ന പാത്രത്തിലേക്ക് സെറ്റ് ചെയ്തെടുക്കാനായിട്ട് പോവാണ്. അപ്പോൾ ഈ കാണുന്ന പാത്രത്തിൽ ഇനി കുറച്ച് പണികൾ വരുന്നുണ്ട്, അതെന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഇനി നമ്മുടെ പാത്രത്തിലുള്ള പണി തുടങ്ങാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ PVC പൈപ്പ് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഡ്രിൽ ബിറ്റിൽ തുളയ്ക്കാനുള്ള ഒരു ഡ്രം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ കാണുന്ന ഈ ഒരു പാത്രത്തിൻ്റെ അടിയിൽ നിന്നാണ് നമ്മൾ വെള്ളം കളക്ട് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ കാണുന്ന രീതിയിലേക്ക് അതിനെ സെറ്റ് ചെയ്യാനായിട്ട് നമുക്കൊരു ഹോൾ ഇട്ട് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ ഡ്രിൽ ബിറ്റ് വെച്ച് ഇത് ഹോൾ ഇടാൻ പോവാണേ. കണ്ടോ, നല്ല അടിപൊളി ഹോളാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മുടെ PVC പൈപ്പ് എടുത്ത് നേരെ നമ്മൾ ഈ ഹോളിലേക്ക് കയറ്റി കൊടുക്കുകയാണ്. കറക്റ്റ് ഹോളാട്ടാ. അപ്പോൾ നമ്മളിങ്ങനെ ഉള്ളിലേക്ക് കയറ്റിയിട്ട് നമുക്കിത് ഒട്ടിച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കുറച്ച് ഹോളുകൾ ഇടണം. ഫിൽട്രേഷൻ ചെയ്ത് വരുന്ന വെള്ളം കറക്റ്റായിട്ട് നമുക്ക് ടാപ്പ് ചെയ്തെടുക്കാനായിട്ട് അതുകൂടി ഒന്ന് ഇട്ടേക്കാം. അപ്പോൾ ഇത് തോളിടാനുള്ള പരിപാടി നോക്കാം കേട്ടോ. അങ്ങനെ നമ്മൾ ഹോളുകൾ ഇട്ട് കൊടുക്കുകയാണ്. നമ്മുടെ വെള്ളം അരിച്ചിറങ്ങാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഹോൾ നമ്മൾ ഇടുന്നത്. അപ്പോൾ ഹോളുകൾ ഇട്ട് കഴിഞ്ഞാൽ അടുത്ത പണി ഇത് നമുക്ക് ഒട്ടിക്കാനുള്ള പശ ഉണ്ടാക്കലാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ അറാൾഡിയിട്ട് പശയാണ് എടുക്കുന്നത്. പെട്ടെന്ന് ഒട്ടുന്ന പശയാണ് കേട്ടോ ഇത്. അങ്ങനെ നമ്മുടെ PVC പൈപ്പിൽ നമ്മൾ അത്യാവശ്യം ഹോളൊക്കെ ഇട്ട് എടുത്തു കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ തിരിച്ചിത് ഉള്ളിലേക്ക് കയറ്റി കൊടുക്കുകയാണേ. ഓക്കെ, അപ്പോൾ ഇനി ലീക്കൊന്നും വരാതിരിക്കാനായിട്ട് നമുക്കിതൊന്ന് ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ ഇനി നമ്മുടെ പശ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ അധികം കട്ടിക്കൊന്നും ഇടുന്നില്ല, ഒരു ചെറിയ തിൻ ലെയർ ഇടുന്നുള്ളൂ. ഈ ഒരു പശയിലെങ്കിൽ നമുക്ക് MCലോ കാര്യങ്ങളോ വെച്ചും ഇതേപോലെ തന്നെ നമുക്ക് ഒട്ടിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഇനി നമ്മുടെ ഫിൽറ്ററിൻ്റെ പണി തുടങ്ങുകയാണ്. അപ്പോൾ നമ്മുടെ പൈപ്പ് ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കാതിരിക്കാനായിട്ട് അടിയിൽ നമ്മൾ ബേസിൽ ഒരു ഓടിൻ്റെ പീസ് ഇട്ട് കൊടുക്കുകയാണ്. ഫസ്റ്റ് ലെയർ നമ്മളിത് പഞ്ഞിയാണ് ഇട്ട് കൊടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇത് കൊണ്ടുപോയി നമ്മൾ നേരെ അതിൽ ഇട്ട് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് കുറച്ചധികം കൂടി പഞ്ഞി ഇടണം, കാരണം പഞ്ഞിനി അമ്മിങ്ങി പോവേ. ഇതിപ്പോൾ പഞ്ഞി വെച്ചിട്ടുണ്ടെന്ന് അറിയണ പോലെ തോന്നും, പക്ഷേ ബാക്കി സാധനങ്ങളുടെ ഇടുമ്പോൾ പഞ്ഞി താന്നു പൊക്കോളൂ കേട്ടോ. പഞ്ഞി ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി നമ്മുടെ മണലാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ മണൽ വരുന്ന പരിപാടി തുടങ്ങി. നമ്മൾ മണൽ വാരി ഇട്ട് കൊടുത്തപ്പോൾ തന്നെ നമ്മുടെ പഞ്ഞിയൊക്കെ താന്ന് താഴേക്ക് പോയിട്ടോ. അപ്പോൾ ഇപ്പോൾ ഏകദേശം ഒരു നല്ല തിക്ക് ലെയർ പഞ്ഞി അവിടെ ആയിട്ടുണ്ട്, കാരണം നമ്മുടെ മണൽ മുകളിൽ വന്നപ്പോൾ വെയിറ്റ് കൂടിയല്ലോ. അങ്ങനെ ഏകദേശം നമ്മുടെ മണലിൻ്റെ ലെയറും നമ്മൾ നല്ല രീതിക്ക് ഇട്ട് കൊടുക്കുകയാണ്. അങ്ങനെ നമ്മളിട്ട മണലിൻ്റെ ലെയർ ഒന്ന് പരത്തി ലെവലാക്കി കൊടുക്കണം കേട്ടോ. ഇനി കരിയാണ് കേട്ടോ, കരി. അപ്പോൾ ഇനി കരിയാണ് കേട്ടോ, കരി. ഇനി നമ്മളുടെ ചകിരിയാണ് കേട്ടോ നമ്മൾ ഇട്ട് കൊടുക്കാൻ പോകുന്നത്. നല്ല ബണ്ടിലായിട്ടാണ് ഇത് കിട്ടിയിരിക്കുന്നത്. ചകിരിയുടെ ലെയറാണ് സെറ്റ് ചെയ്യുന്നത്. ഒരു ലെയർ കൂടി നമ്മളിത് കരി ഇടുന്നുണ്ട്. ഒരു ലെയർ ചകിരിയും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ.
അപ്പോൾ അടുത്ത ലെയർ ഓടാണ് കേട്ടോ. അപ്പോൾ ഓട് പൊട്ടിക്കലാണേ. ഇനി ദേ നമ്മളൊരു സംഭവം എടുക്കാൻ വന്നേക്കണം. വേറെ ഒന്നുമല്ല കേട്ടാ, നമുക്ക് കുറച്ച് ചെളി ആവശ്യമുണ്ട്. അപ്പോൾ അതെടുക്കാൻ വന്നാണേ. ഈ ചെളി വെച്ചിട്ടാ നമ്മുടെ എക്സ്പെരിമെന്റ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പോകുന്നേ. അപ്പോൾ ദേ ഈ ചെളിയിലില്ലാത്തതായിട്ട് ഒന്നുമില്ല കേട്ടാ, അമ്മാതിരി കട്ട കുറുക്ക് ചെളിയാണ്. ഈ ചെളി ഇനി എന്താ ചെയ്യാൻ പോകുന്നതെന്ന് അറിയോ? കാട്ടിത്തരാ. ഈ ചെളി അങ്ങോട്ട് വെള്ളത്തിലേക്ക് തട്ടാണ്. ഓ എൻ്റെ മോനെ, തട്ടിയതോ അത്ര ഓർമ്മയുള്ളൂ അല്ലേ. അപ്പോൾ ദേ നമ്മളിട്ട ചെളി നോക്കിയാൽ നമ്മൾ കലക്കി വെള്ളത്തിനെ വേറെ ലെവല് സെറ്റപ്പ് ആക്കി എടുക്കുകയാണ്. ഇപ്പോൾ ഇതിലില്ലാത്ത ബാക്ടീരിയകളോ ചെളികളോ അഴുക്കോ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ഈ കാണുന്ന വെള്ളമാണ് ഇനി നമ്മൾ ഈ ഒരു ഫിൽട്ടർ യൂസ് ചെയ്തിട്ട് സെറ്റാക്കി എടുക്കാനായിട്ട് പോകുന്നത്. ശ്രമമാണ്, എന്താവും അറിഞ്ഞൂടാ. അപ്പോൾ ഇനി നമ്മുടെ എക്സ്പെരിമെന്റ് സ്റ്റാർട്ട് ചെയ്യാൻ നേരേക്കാണ്. വെയിലൊക്കെ അങ്ങ് ഉച്ച സ്ഥായിലേക്ക് നിൽക്കാണ്. അപ്പോൾ മക്കളെ, നമ്മൾ ഉണ്ടാക്കി വെച്ച ഒരു ഫിൽട്രേഷൻ പ്രോസസ്സ് ചെറുതായിട്ടൊന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. അപ്പോൾ നമ്മൾ ഈ കലക്കി വെച്ചിരിക്കുന്ന വളരെ മോശമായിട്ടുള്ള ഈ ഒരു വെള്ളം നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് ഒഴിക്കുമ്പോൾ ആദ്യത്തെ ലെയർ വരുന്നത് ഓടാണ്. അപ്പോൾ ഓട് എന്ത് ചെയ്യുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിലുള്ള ജൈവ മാലിന്യങ്ങൾ, അതുപോലെ തന്നെ തടിക്കഷ്ണം, നമ്മളുടെ എല്ല, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ ഫിൽട്ടർ ചെയ്ത് അടുത്ത സെക്ഷനിലേക്ക് കൊടുക്കും. മെറ്റൽ, ആ മെറ്റൽ ഇട്ടിരിക്കുന്ന സെക്ഷൻ നമ്മുടെ ഓടിനരിക്കാൻ പറ്റാത്ത ഇതേ സാധനങ്ങൾ തന്നെ, അതായത് ജൈവധാതുക്കളോ അല്ലെങ്കിൽ ചെറിയ ചെറിയ മരത്തിൻ്റെയോ പൊടികളോ പീസുകളോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനെ ഫിൽട്ടർ ചെയ്ത് നേരെ നമ്മുടെ ചകിരിയിലേക്ക് കൊടുക്കുമ്പോൾ, ചകിരിയാണെങ്കിൽ അവിടെ ചെറിയ ചെറിയ മെറ്റൽ പാർട്ടിക്കിൾസ്, അതുപോലെ തന്നെ എന്താ പറയുക അജൈവ മാലിന്യങ്ങൾ, അങ്ങനത്തെ ആ ഒരു സെക്ഷനേക്ക് അരിച്ച് കഴിഞ്ഞിട്ട് നേരെ കരിക്ക് കൊടുക്കും. കരിയുടെ പണി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഈ ഒരു വെള്ളത്തിലുള്ള പൊട്ടമണം, അതുപോലെ തന്നെ ഒരു ക്ലോറിൻ്റെ ടേസ്റ്റ്, അതുപോലെ തന്നെ എന്താ പറയുക ടേസ്റ്റ് വ്യത്യാസങ്ങൾ, അതിനെയൊക്കെ ഫിൽട്ടർ ചെയ്ത് അതൊരു 2 സെക്ഷൻ കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ അടുത്തായിട്ട് പോകുന്നത് മണലിലേക്കാണ്. മണലിലേക്ക് ചെന്ന് കഴിയുമ്പോൾ അവിടെ ഏറ്റവും സൂക്ഷ്മമായിട്ടുള്ള രീതിയിലുള്ള ഒരു അരിച്ചെടുക്കൽ നടക്കും. പിന്നെ കോട്ടൻ്റെ ഒരു ഫൈനൽ റൗണ്ട് ഫിൽട്രേഷൻ കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വെള്ളം അവിടെ എത്തുമെന്നാണ് നമ്മുടെ പ്രതീക്ഷ. അപ്പോൾ എന്തായാലും ഇനി സമയം കളയുന്നില്ല. നമ്മുടെ ഈ ഒരു വെള്ളം, അതായത് വളരെ മോശമായിട്ട് കിടക്കുന്ന ഈ ഒരു വെള്ളത്തിനെ നമ്മൾ ഇനി ഫിൽട്ടർ ചെയ്ത് നോക്കാൻ പോവാണ് മച്ചാവേ. അപ്പോൾ ഇത് തുടങ്ങാൻ കേട്ടോ. നമ്മുടെ ഈ ഒരു വെള്ളത്തിനെ നമ്മൾ അങ്ങ് ബക്കറ്റിൽ കോരി അങ്ങ് പൊക്കിയെടുക്കുകയാണ്. അടിപൊളി. ഇനി ഇതേ നമ്മുടെ ഫിൽട്രേഷൻ സ്റ്റാർട്ട് ചെയ്യാണ്. ഓ, നമ്മുടെ ഈ വെള്ളം നമ്മളിത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. എന്തായെന്നറിയില്ല, അവിടെ അരിക്കൽ തുടങ്ങിയ പ്രവീണേ? തുടങ്ങിയിട്ടില്ല. ഓക്കെ, നമുക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് നോക്കാം, എന്നാലേ അടിയിലേക്ക് എത്താൻ വഴിയുള്ളൂ. ഇത്തിരി ഹൈറ്റ് കൂടി പോയി തോന്നുന്നു ഒഴിക്കാനായിട്ട്. ഓക്കെ, അടിയിലേക്ക് ഇതുവരെ എത്തിയിട്ടില്ല. മണ്ണിൻ്റെ ലെവൽ എത്തിയല്ലേ? ഓക്കെ, നമ്മളിപ്പോൾ ഒഴിച്ച വെള്ളം ഏകദേശം ദേ ഈ ഒരു കരിയുടെ ലെവലിലെത്തി. അവിടെയാണ് ഫിൽറ്ററിങ് നടക്കണമെന്ന് തോന്നുന്നു അല്ലേ? ഇപ്പം മണലിൻ്റെ ഫിൽറ്ററിങ് ആണ് നടക്കണേ. ഓക്കെ, ഇപ്പുറത്തേക്ക് എത്തിയിട്ടില്ലല്ലോ ഇതൊരു ഔട്ട്. നമുക്ക് വെയിറ്റ് ചെയ്യാം. അങ്ങനെ നമ്മൾ വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കുറച്ച് നേരം വെയിറ്റ് ചെയ്തെങ്കിലും ഇവിടെ വെള്ളം വന്ന് തുടങ്ങിയിട്ടുണ്ട്. നോക്കി, ഇവിടെ കാണുന്ന ഈ ഒരു ചെളി വെള്ളം ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ എന്താണ് അവസ്ഥ എന്ന് നോക്കി. നമ്മുടെ കയ്യിലെടുത്ത് കാണിച്ചു തരാട്ടോ. നോക്കി, നല്ല തെളിനീര് പോലത്തെ വെള്ളമായി മാറിയേക്കാണ് ഇപ്പോൾ കേട്ടാ. അപ്പോൾ ഇത് എന്തായാലും നമുക്ക് കുറച്ച് വെയിറ്റ് ചെയ്യാം. കുറച്ച് വെള്ളം ആയാലേ അറിയുള്ളൂ എത്രത്തോളം ഉണ്ട് നമ്മുടെ വെള്ളത്തിൻ്റെ ഒരു പ്യൂരിറ്റിന്ന്. ബാക്കി വെള്ളം കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഓ ദേ, ഇവിടെ വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇപ്പുറത്ത് ഫിൽട്രേഷൻ നടന്ന വെള്ളം വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഈ കാണുന്ന വെള്ളം മുഴുവൻ ഇതേപോലെ ഫിൽട്ടറായി വരും. പക്ഷേ ഫോഴ്സ് ഇച്ചിരി കുറവാണല്ലേ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ കാണുന്ന ഫിൽട്രേഷനൊക്കെ കഴിഞ്ഞ് ഇവിടേക്ക് എത്തുമ്പോൾ ടൈം എടുക്കുന്നതുകൊണ്ടാണ്. എന്തായാലും ഈ ബക്കറ്റ് ഒന്ന് അറിയട്ടെ, എന്നിട്ട് നോക്കാം നമുക്ക് എന്താണ് ഈ വെള്ളത്തിൻ്റെ അവസ്ഥ. അത് ഇനി കമ്പാരിസണിൻ്റെ ടൈമാണ് കേട്ടോ. നമ്മുടെ വെള്ളം ഇവിടെ നോക്കുകയാണെങ്കിൽ ഒരു 3/4 ഭാഗത്തോളം ആയിട്ടുണ്ട് ബക്കറ്റ്. ഈ ഒരു ടൈമിൽ തന്നെ നമുക്ക് കമ്പാരിസൺ നടത്തി കളയാം. അപ്പോൾ ദേ നമ്മൾ ഈ വെള്ളം എടുക്കുകയാണ്. ദേ ഈ ഒരു വെള്ളത്തിനെയാണ് നമ്മൾ ഫിൽട്ടർ ചെയ്യാനായിട്ട് ഇതിലേക്ക് ഒഴിച്ചത്. ഇപ്പുറത്ത് വന്ന വെള്ളം നോക്കുകയാണെങ്കിൽ ഓ, ആ ഒരു ഡിഫറൻസ് നോക്കിയേ മച്ചാമാരെ. കണ്ട, ഇതുപോലെ കലക്കി ചെളിയായിരുന്ന വെള്ളമാണ് ഇപ്പോൾ ഈ കാണുന്ന രീതിയിൽ നല്ല വെള്ളമായിട്ട് വന്നിരിക്കുന്നത്. ഇതിന് മണമുണ്ട്.
ഇതിന് മണമില്ല. അപ്പൊ നമ്മുടെ ഫിൽറ്റർ വർക്കിംഗ് സെറ്റ് മക്കളെ അതേ നോക്കി നല്ല അടിപൊളിയായിട്ട് ഇപ്പോഴും ഇവിടെ ഫിൽട്രേഷൻ നടന്ന് നല്ല വെള്ളം വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അടിപൊളി. അപ്പോൾ എന്തായാലും സംഭവം നമ്മളുടെ ഫിൽറ്ററിങ് പ്രോസസ്സ് കഴിഞ്ഞ വെള്ളം എന്തായാലും നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. ഇത് കുടിക്കാൻ പറ്റുമോ? പ്രവീൺ, ഇത് കുടിക്കാൻ പറ്റൂടാ? പറ്റുമെന്ന് അറിയില്ല, കുടിച്ചു നോക്ക്. പക്ഷേ ഇതിൽ ചെറിയ ചെറിയ ബാക്ടീരിയാസ് ഒക്കെ എന്തായാലും ഉണ്ടാവാൻ ചാൻസ് ഇല്ലേ? നമുക്കൊന്ന് തിളപ്പിച്ചിട്ട് കുടിച്ചു നോക്കാം അല്ലേ? അപ്പോൾ തിളപ്പിക്കാനുള്ള പരിപാടി നോക്കാൻ എന്ത് ചെയ്ത് നമ്മുടെ ബക്കറ്റിൽ വെള്ളം ഫിൽട്ടറായി ഇങ്ങനെ നിറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. കണ്ടോ, ഇപ്പോഴും നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഫിൽറ്ററിങ് നടന്ന് വെള്ളം വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ അടുത്ത പരിപാടി ഈ കാണുന്ന വെള്ളം നമ്മൾ തിളപ്പിച്ച് കുടിക്കാൻ പോകണം. അയ്യോ, ഈ വെള്ളം തിളപ്പിച്ച് കുടിച്ച് ചിലപ്പോൾ മരിച്ചു. അപ്പോൾ ഈ കാണുന്ന വെള്ളം നമ്മൾ തിളപ്പിച്ച് കുടിക്കാൻ പോവുകയാണ്. ഇത് തിളപ്പിക്കാനുള്ള പരിപാടി നോക്കാം. അപ്പോൾ ഇത് ഒരു ബക്കറ്റ് വെള്ളത്തോളം ആയിട്ടുണ്ട് കേട്ടോ അവിടെ. അപ്പോൾ എന്തായാലും ഇവനെ നമുക്ക് തിളപ്പിക്കാനുള്ള പരിപാടി നോക്കാം. അങ്ങനെ വെച്ചാൽ ഇതേ ഇനി നമ്മളുടെ ഫിൽറ്റർ ചെയ്ത വെള്ളം നമ്മൾ തിളപ്പിക്കാൻ പോവാണ്. തിളപ്പിച്ച് കഴിയുമ്പോൾ പ്രവീണ നീ കുടിച്ചോളൂല്ലേ? ആ, ഞാൻ കുടിച്ചോളാം. ശരിക്കും കൊച്ചു കള്ളൻ അവസാനം എന്നെ കൊണ്ട് കുടിപ്പിക്കും തോന്നുന്നു. അപ്പോൾ ഇതേ നമ്മൾ സ്റ്റവ് ചൂടാക്കി പാത്രം വെച്ച് നമ്മൾ വെള്ളം അതിലേക്ക് കൊണ്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഇത് തിളച്ച് വരട്ടെ കേട്ടോ. ഇത് നമ്മുടെ സാമ്പിൾ ബോട്ടിൽ വെള്ളം കൂടി ഉണ്ട് കേട്ടോ. ഇത് കണ്ട ഇങ്ങനെ ഇരുന്ന മുതലാണ് ഇപ്പോൾ ക്ലിയർ ആയിട്ട് കിട്ടിയിരിക്കുന്നത്. ഒന്ന് തിളച്ച് വരട്ടെ. അങ്ങനെ നമ്മുടെ വെള്ളമൊക്കെ തിളച്ച് സെറ്റായിട്ടുണ്ട് കേട്ടോ. ഇനി ഒന്ന് ചൂടാറട്ടെ ഇവൻ. ഇത് നോക്കിയേ എന്തൊരു ക്ലിയർ ആണെന്ന്. അങ്ങനെ എന്നത്തെ പോലെ വെള്ളം തിളക്കാൻ വെച്ചു. സമയം കുറച്ച് പോയി. ഇത് അടുത്ത് പുറത്താണ് ചെളിയാണ്. ചെളിയാണ്, ഇത് സ്റ്റിക്കറാണല്ലേ. വെള്ളം അത്ര ക്രിസ്റ്റൽ ക്ലിയർ അല്ലെന്ന് തോന്നല്ലേ. ചെറിയ ഷെയ്ഡ് വ്യത്യാസമില്ലേ? ക്ലിസ്റ്റർ ക്ലിയർ എന്ന് പറയാൻ പറ്റൂലേ വെള്ളത്തിന്? പ്രവീണേ ബാ, നീയാണ് കുടിക്കാന്ന് പറഞ്ഞേ. ഞാൻ കുടിക്കണടാ. പിന്നെ അത് പറ്റൂല, നീ പറഞ്ഞാണ് കുടിക്കണമെന്ന്. ബാ 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 ഓടി ബാ. അങ്ങനെ നമ്മുടെ പ്രവീൺ മച്ചാന് നമ്മൾ ഉണ്ടാക്കിയ വെള്ളം കൊടുക്കുകയാണ്. പ്രവീൺ മച്ചാൻ ഇത് കുടിക്കുകയാണ്. ചൂടുണ്ട് കുറച്ച്. അത് കുഴപ്പമില്ല, നീ കുടിച്ചോ. ചൂടാറിണ്ടാവില്ല, ഇത്ര നേരമായില്ലേ? ചൂടാറാൻ വേണ്ടി എത്ര നേരം വെച്ചേ? കൊതിയൻ. ചെറുതായി കട്ടിപ്പുണ്ട്. കുടിക്കി. മണമൊക്കെ ഉണ്ടാ? മണം പോലെ ഇല്ലല്ലേ? നിന്റെ മുഖത്തൊന്നും തന്നെയാണ്. കുഴപ്പമില്ല. കട്ടിപ്പുണ്ടെങ്കിലും കുഴപ്പമില്ല. ഓടെ തോട്ടിലത്തെ വെള്ളം പാശു ചാടവിട്ട് ബാക്ടീരിയ ഫംഗസ് എന്തോരം സാധനം ഉണ്ടായ വെള്ളം ഒന്ന് നോക്കി കുടിക്കണ നോക്കി. കൊതിയൻ. കുഴപ്പമില്ല, ഒരു കട്ടിപ്പുണ്ടാവല്ല. ഇനിയിപ്പോ നീ ഇത് കുടിച്ച തട്ടിപ്പോവോ? കുഴപ്പമില്ല, നല്ല വെള്ളമാണ്, എനിക്ക് ഇഷ്ടമായി. നല്ലോണം. പക്ഷെ ഒരു ചെറിയൊരു കളർ വ്യത്യാസം ഉണ്ടല്ലേ? ഇനിയിപ്പോൾ നീ തട്ടിപ്പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ മാത്രമായിട്ട് എന്നിട്ട് കാര്യമില്ലല്ലോ. മൊത്തം കുടിക്കും. കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഒരു കലപ്പുണ്ട്, വേറെ കുഴപ്പമൊന്നുമില്ല. ഇതുപോലത്തെ വെള്ളം എവിടെ സാധനം ഇവിടെ? ഇതേപോലത്തെ വെള്ളമാണ് നമ്മൾ കുടിച്ചപ്പോഴാണ് ഇത് കുടിച്ചു നോക്കണ്ടത്. അത് കുടിക്കല്ല. അല്ല, ഇത് എന്ത് തരത്തില കുടിച്ച്? നമ്മ തിളപ്പിച്ചിട്ടേ കുടിച്ചത്. പിന്നെന്താ കുഴപ്പം? ഒരു കുഴപ്പമില്ല. ഇത്രയും വെള്ളം കുടിച്ചൊന്നും പറ്റാൻ പോലുള്ള ഔട്ടർ നാളെ എടുത്താൽ മതി. വെട്ടം പോയില്ലേ? നാളെ എടുക്കാം. വെട്ടം പോണല്ല, നാളെ ഇളക്കം പിടിക്കുമെന്ന് അറിയില്ലല്ലോ. അപ്പൊ നാളെ ഇതുപോലെ ഉണ്ടെങ്കിൽ ഔട്ടർ പറയാം. അതല്ലേ? അപ്പൊ ശരി, ബൈ ബൈ. അങ്ങനെ നമ്മുടെ വാട്ടർ ഫിൽട്ടർ എക്സ്പെരിമെൻറ്റ് കഴിഞ്ഞ് ഇന്നേക്ക് 2ാം ദിവസം. ഞാൻ എന്തായാലും ഔട്ട്റോ 2ാം ദിവസം പറയാമെന്ന് പറഞ്ഞത് വേറെ ഒന്നും കൊണ്ടല്ല. നമ്മളത് കുടിച്ച് കഴിഞ്ഞ് വല്ല ഛർദിയോ അതിൻ്റേതായ ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് മെൻഷൻ ചെയ്യാമെന്ന് ചോദിച്ചിട്ടായിരുന്നു. ഇതുവരെ പ്രശ്നങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല. അപ്പോൾ എന്തായാലും ഈ ഒരു ഫിൽട്ടർ എന്തായാലും സക്സസ് ആണ്. അതുപോലെ തന്നെ ആരും തന്നെ ഇത് അനുകരിച്ച് വെള്ളം എടുത്ത് കുടിക്കരുത്. നമ്മളൊരു വീഡിയോൻ്റെ ഭാഗമായതുകൊണ്ടാണ് നമ്മളതെടുത്ത് ഇങ്ങനെ കുടിച്ചത്. എത്രത്തോളം നമ്മൾ ഫിൽട്ടർ ചെയ്തെന്ന് പറഞ്ഞാലും അതിലെന്തെങ്കിലും വിഷാംശങ്ങളോ കാര്യങ്ങളോ ഒക്കെ കയറി കിടക്കുന്നുണ്ടെങ്കിൽ നമുക്കത് അറിയാനായിട്ട് പറ്റില്ല. അപ്പോൾ കണ്ണടച്ച് ഇതാരും അനുകരിച്ച് പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കരുത്. ഇതൊരു വാട്ടർ ഫിൽട്ടർ മെത്തേഡാണ്. അത്ര നല്ലോണം എഫക്റ്റീവ് ആണ്. പക്ഷേ ഇതിലുള്ള ബാക്ടീരിയ, ഫംഗസ് തുടങ്ങിയ സാധനങ്ങളെല്ലാം നമ്മൾ ക്ലിയർ ആക്കിയതിന് ശേഷം മാത്രമേ നമുക്ക് ഇത് കുടിക്കാനുള്ളൊരു വെള്ളമാക്കി മാറ്റാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ കുട്ടികൾക്ക് പഠിക്കാനുള്ള ടെക്സ്റ്റ് ബുക്കിലെ ആ ഒരു എക്സ്പെരിമെൻറ്റ് അവർക്ക് ക്ലിയർ ആവുന്ന രീതിയിൽ ഒന്ന് കാണിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്തത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ വീഡിയോ കമന്റ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ മച്ചാമാർ ഇതിൽ നല്ല വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം. പ്രതീക്ഷയിൽ ക്യാമറ മച്ചാൻ പ്രവീണോടൊപ്പം ഇറ്റ്സ് മീ ജിയോ ജോസഫ് സൈനിങ് ഔട്ട്.